2022 പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഇത്രയും 4 ഇയേഴ്സ് എടുക്കും എന്ന് വിചാരിച്ചില്ല. So what made the difference from first attempt to the last? ബട്ട് സംഭവം എൻ്റെ ഉള്ളിൽ ഒരു സ്ട്രെസ് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ സക്സസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ക്രൗഡിന്റെ ഇടയിലാണ്, ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്, ഭയങ്കര നോയ്സ് ആണ്. ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്നാണ് IAS വരുന്നത് അല്ലേ. 2022 സിവിൽ സർവീസിന്റെ 910ാമത്തെ റാങ്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ. ശേഷം 2023 956ാമത്തെ റാങ്ക്. പക്ഷെ 2024 ആയപ്പോൾ സിവിൽ സർവീസിന്റെ പ്രിലിംസ് കടക്കാൻ കഴിഞ്ഞില്ല. അവിടെ തീർന്നു പോവും ആ സ്വപ്നം എന്ന് വിചാരിച്ചവർക്ക് തെറ്റി. 2025 ആയപ്പം 167ാമത്തെ റാങ്കായി സ്വപ്നമായ IAS എത്തിയിരിക്കുകയാണ് കാജൽ രാജു. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കാജൽ രാജു ആണ്. കാജൽ രാജുവിന്റെ പ്രിപ്പറേഷൻ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം. ഹായ് കാജൽ. ഹായ് സർ. കൺഗ്രാറ്റ്സ് ഫസ്റ്റ് ഓഫ് ഓൾ. താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞ പോലെ എങ്ങനെ തോന്നുന്നു ഈ ഒരു 2022 തുടങ്ങി 2025 ആ എക്സാമിൽ ആ ജേണി അവസാനിപ്പിക്കുമ്പം വിചാരിച്ചൊരു സർവീസിൽ എത്തിയിട്ടാണ് ആ ജേണി അവസാനിപ്പിക്കുന്നത്. സോ വാട്ട് മെയ്ഡ് ദ ഡിഫറൻസ് ഫ്രം ഫസ്റ്റ് അറ്റംപ്റ്റ് ടു ദ ലാസ്റ്റ് അറ്റംപ്റ്റ്? 2022 പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഇത്രയും 4 ഇയേഴ്സ് എടുക്കും എന്ന് വിചാരിച്ചില്ല. ബട്ട് ഗ്രാജുവലി അങ്ങനെ സംഭവിച്ചു. 2022 സംഭവം എനിക്ക് വിത്ത് ലക്ക് ഐ ഗോട്ട് ഇൻ ടു ദ സർവീസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ. ലേറ്റർ ഈ പറഞ്ഞ പോലെ സംവെയർ നമുക്ക് ഇന്ത്യൻ റെയിൽവേ മാനേജ്മെൻറ്റ് സർവീസിലാണ് എനിക്ക് ആദ്യം കിട്ടുന്നത്. ഞാനിപ്പോൾ കറൻ്റ്ലി അതിൻ്റെ ട്രെയിനിങ് അണ്ടർഗോ ചെയ്യുകയാണ്. പക്ഷേ ഇറ്റ്സ് എ വെരി എന്താ പറയുക വെരി ഗുഡ് സർവീസ് ടു ബി അറ്റ്. ബട്ട് സംഭവം നമുക്കൊരു ഫീൽ ഉണ്ട് നമ്മൾ ഈ എക്സാം എഴുതുന്നത് അൾട്ടിമേറ്റ്ലി വേറൊരു സർവീസ് കിട്ടാനാണ്, അല്ലെങ്കിൽ അവിടെയാണ് ഒരു റിയൽ ഇൻട്രസ്റ്റ് ഇരിക്കുന്നതെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആസ് ലോങ് ആസ് അറ്റംപ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പം ആസ് ലോങ് ആസ് നമ്മൾ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഡിസൈഡ് റാങ്കിൽ നിന്ന് കുറച്ച് മാർക്സ് അവേ ആകുമ്പോൾ നമുക്കത് നിർത്താൻ തോന്നില്ല. സംവേറെ ആ ഒരു മോട്ടിവേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രിലിംസ് തേർഡ് അറ്റംപ്റ്റിൽ പോകുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര സെറ്റ് ബാക്ക് ആയിട്ട് തോന്നി. ബട്ട് സംഭവം ഞാൻ വിചാരിച്ചു ഇനി അറ്റംപ്റ്റ് കൊടുക്കാം എന്നങ്ങനെ വിചാരിച്ച് അവർ മോട്ടിവേറ്റഡ് ആയി നിന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. ഈ എന്നോട് പറഞ്ഞു 2022 അറ്റംപ്റ്റിൽ സംഭവം ലക്ക് കാരണം ഞാൻ കയറിയെന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത ഇയർ ഏതായിരുന്നു ഏറ്റവും കൂടുതൽ അറ്റംപ്റ്റിൽ? എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ടാർഗറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തത് 2023 ആണെന്ന് തോന്നുന്നു. കുറച്ചധികം, കാരണം ഞാൻ ആ വർഷം EOL എടുത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പം എനിക്ക് ഒരു വർഷം ഫുള്ളി കംപ്ലീറ്റ്ലി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. സോ ആൻഡ് ഓൾറെഡി ഐ ഹാവ് എ ബേസ് ബിക്കോസ് ഐ ക്ലിയർഡ് ഇൻ 2022. അപ്പോൾ അതിൽ നിന്നൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുക എന്നുള്ള രീതിയിൽ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നതിലുപരി കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചാണ് ചെയ്യുന്നത്. ബട്ട് സംഭവം അത് റാങ്ക് ലിസ്റ്റ് കയറാൻ പറ്റുന്നുള്ളൊരു നല്ല കാര്യമാണ്. ബട്ട് അഗെയിൻ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നില്ല എന്നുള്ളത്. 2025 റാങ്ക് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മളിവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ റിസൾട്ട് ചെക്ക് ചെയ്യുന്നു, ക്ലാസ് നമ്മൾ ക്യാൻസൽ ചെയ്തു. അത് കഴിഞ്ഞ് കാജലിനെ ഞാൻ വിളിക്കുന്നുണ്ട്. കാജലിനെ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണ് കാജൽ. അത് കഴിഞ്ഞിട്ട് കാജലിന് മെസ്സേജ് അയക്കുന്ന മെസ്സേജ് ഡെലിവറി ചെയ്യുന്നില്ല. എവിടെയായിരുന്നു കാജൽ ആ സമയത്ത്? ശരിക്കും വനവാസത്തിലായിരുന്നു. കൈൻഡ് ഓഫ്. കാരണം ഞങ്ങൾക്ക് റെയിൽവേ മാനേജ്മെൻറ്റ് സർവീസിൽ കൂടുതൽ ട്രാവൽ ഇൻവോൾവ് ആണ് ട്രെയിനിങ്ങിൽ. അപ്പോൾ ഞങ്ങൾ ആ കറക്റ്റ് സമയത്ത് ഞങ്ങൾ ജമ്മുവിലായിരുന്നു. അപ്പോൾ ജമ്മുവിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിമ്മ് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഒരു പുതിയ സിമ്മ് അവിടെ പോയി എടുക്കണം. അപ്പോൾ ഞാൻ അന്നൊരു 3 days ആയത് കാരണം ഞാൻ സിമ്മ് ചേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോഴാണ് റിസൾട്ട് വരുന്നത്. ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്നാണ് IAS വരുന്നത് അല്ലേ. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിപ്പറേഷനിൽ ഈ സിവിൽ സർവീസിൽ വരുന്ന എല്ലാവർക്കും ഒരു സാധനം നമ്മളെപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം. ഫെയിലിയർ ഫേസ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ആയിരിക്കണം. പക്ഷേ കാജൽ ആ ഫെയിലിയർ അനുഭവിക്കുന്ന ഒരു 2 വർഷത്തോളം പ്രിപ്പറേഷൻ ശേഷമാണ് ആദ്യമായിട്ടൊരു ഫെയിലിയർ വരുന്നത്. ആ ഫെയിലിയറിൽ നിന്നുള്ള ആ സെറ്റ് ബാക്കിനെ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? ശരി, എനിക്കൊരു പ്രിവിലേജ് ഉണ്ടായിരുന്നത് ഞാൻ ഓൾറെഡി സർവീസിലുണ്ടെന്നുള്ളതാണ്. അത് ബാക്കി കമ്പയർഡ് ടു ലിസ്റ്റിൽ കയറാത്തവർ അതെനിക്കൊരു ഭയങ്കര ഭാഗ്യമുള്ളൊരു കാര്യമായിരുന്നു. സോ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാക്കപ്പ് ഓപ്ഷനായിട്ടൊരു നല്ലൊരു ജോലി എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഇനി എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, എനിക്ക് ഗെയിൻ ചെയ്യാനേ ഉള്ളൂ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അഗെയിൻ നമുക്ക് വിൽ ഓൾവേസ് നീഡ് മോർ ആൻഡ് മോർ നമ്മൾ ആസ് വി ഗ്രോ അപ്പ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വേണം. അപ്പം ആക്ച്വലി 2023 956 വന്നപ്പോൾ ഐ വാസ് വെരി ഡൗൺ. എനിക്കത് ഞാൻ വിചാരിച്ചു ഞാൻ വളരെയധികം എഫേർട്ട് ഇട്ടൊരു വർഷമാണ്. അപ്പം അതിൽ റീസണബിളി ഒരു നല്ല റാങ്ക് കിട്ടും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അത് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ ട്രെയിനിങ്ങിന് പോകുന്നു. അതെ, പിന്നെ ഒരു ട്രെയിനിങ്ങിന് പോകുമ്പോൾ നമുക്ക് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് മാറിപ്പോവും. ദെൻ ഇറ്റ്സ് ഇനി അവസരങ്ങളുണ്ട് നമുക്ക് ചെയ്യാം. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും. എത്ര വേണമെങ്കിലും എഴുതിക്കോ എന്നുള്ളൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അത് ഓവർകം ചെയ്യുന്നത്. ഈ ഫെയിലിയർ വരുമ്പം സ്വാഭാവികമായിട്ട് ഫെയിലിയറിനെ പറ്റിയുള്ള ചോദ്യം എല്ലാ ആസ്പിരൻസിനോടും ചോദിക്കാറുണ്ട്. പക്ഷേ ഫെയിലിയർ വരുമ്പോൾ നമ്മൾ ഐസൊലേറ്റഡ് ആവും. കുറേയൊക്കെ കൂടി നമുക്ക് നല്ല ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിൽ അവർ കൂടി ഉണ്ടാവും. ഓഫ് കോഴ്സ് അവർ നല്ല സപ്പോർട്ടാണ്. പക്ഷേ കൂടുതൽ ഐസൊലേറ്റഡ് ആവും.
പക്ഷേ സക്സസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ക്രൗഡിൻ്റെ ഇടയിലാണ്, ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്, ഭയങ്കര നോയ്സ് ആണ്. കാജലിനെ സംബന്ധിച്ചോളം കാജലിൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റിൽ സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുന്നു. പിന്നെ ഒരു ക്രൗഡിൻ്റെ നടുക്കാണ്. കാജൽ ഓൾവേസ് ഓൺ ലൈം ലൈറ്റ്, ആളുകൾ കാജലിനെ ശ്രദ്ധിക്കുന്നുണ്ട്. സെക്കൻഡ് ഇയറിലും സെക്കൻഡ് അറ്റംപ്റ്റിലും റാങ്ക് വരുന്നു. അപ്പോൾ 2 വർഷം അടുപ്പിച്ച് റാങ്ക് കിട്ടി. ഹൗ ഡു യു മാനേജ് ദാറ്റ് സക്സസ്? ബിക്കോസ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അത്ര ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു സക്സസ് മാനേജ് ചെയ്തത്? അത് ഇറ്റ്സ് ട്രൂ ദാറ്റ് ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊരു ലൈം ലൈറ്റ് ഉണ്ട്. പിന്നെ എല്ലാവരും അത് മറക്കുമല്ലോ. അപ്പോൾ അത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട്, ലൈക്ക് സെക്കൻഡ് അറ്റംപ്റ്റിൻ്റെ റിസൾട്ട് വന്നപ്പം കുറച്ച് മീഡിയക്കാർ വിളിച്ചു. അപ്പം ഞാൻ ആദ്യം റെസ്പോണ്ട് ചെയ്തില്ല, ബിക്കോസ് ഐ വാസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു റെസ്പോണ്ട്. പിന്നെ ഞാൻ അവരെ തിരിച്ചു വിളിച്ചപ്പോൾ അവർ കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, എന്താ പഠിച്ചില്ലേ, എന്തുകൊണ്ട് കിട്ടാൻ? അപ്പം അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നു. അപ്പം നമുക്ക് പിന്നെ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ആൻഡ് ഇറ്റ്സ് സംടൈംസ് അബൌട്ട് ലക്ക്, പിന്നെ എല്ലാ ഫാക്ടേഴ്സ് കമ്മിങ് ഇൻ ടു പ്ലേസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ട്രെയിനിങ് ഒക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ അതിൻ്റെ ഒരു സക്സസ് അത് അത്രയൊന്നും നമ്മൾ പ്രഷർ എടുക്കാനില്ല എന്ന് എനിക്ക് തോന്നി ഒരു പോയിന്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ആസ്പിറൻസ് അറിയേണ്ടത്. ഇപ്പോൾ ഒരു തവണ ഒരാൾ സർവീസിൽ കയറി എന്ന് വിചാരിച്ചിട്ട് അടുത്ത തവണ അതേപോലെ തന്നെ വീണ്ടും കിട്ടുന്ന സിവിൽ സർവീസിൻ്റെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. നമ്മൾ കൃത്യം വർക്ക് എടുക്കണം, വർക്ക് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റെയിൽവേ സർവീസിലുള്ള സമയത്ത് ഓൾമോസ്റ്റ് നോക്കുവാണെങ്കിൽ കാജലിന് എപ്പോഴും പല സ്ഥലങ്ങളിൽ ട്രാവലിംഗ് ആണ്, ഓൾവേസ് ഓൺ മൂവ് ആണ്. റെയിൽവേ ആയതുകൊണ്ട് തന്നെ ഓൾവേസ് ഓൺ മൂവ് ആണ്. ഇപ്പോൾ റെയിൽവേ സർവീസിൽ ഇപ്പം റെയിൽവേ സർവീസിൽ നിന്ന് പോവാണ്, നേരെ IAS പോവാണ്, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ റെയിൽവേ സർവീസിൽ ഏറ്റവും മിസ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്തായിരിക്കും? എനിക്കൊന്ന് മിസ് ചെയ്യുന്ന ഫാക്ടർ ട്രാവൽ തന്നെയായിരിക്കും. അതായത് ഇപ്പം ജനറലി വേറെ ട്രെയിനിങ്ങിലുള്ള ആൾക്കാർ പറയുന്നത് അവർ അക്കാഡമിയിലാണ് കൂടുതൽ സമയം, അവർക്ക് പുറത്തേക്ക് പോകാനുള്ള അവസരങ്ങളില്ല. അപ്പം ഞങ്ങൾക്ക് അക്കാഡമിയിൽ വളരെ കുറച്ച് സമയമുള്ളൂ, കൂടുതൽ വി ആർ ഓൺ ദ മൂവ്. അപ്പോൾ ശരിക്കും എനിക്ക് ആക്ച്വലി ഐ എം ദാറ്റ് കൈൻഡ് ഓഫ് എ പേഴ്സൺ. എനിക്കൊരു സ്ഥിരത ശരിക്കും വലിയ താല്പര്യമില്ല. ലൈക്ക് ഒരു സ്ഥലത്തിരുന്ന് ഒരു പെർമനൻസ്, എപ്പോഴും സംതിങ് ഷുഡ് ഹാപ്പൻ ഇൻ ലൈഫ്, ലൈക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. അപ്പോൾ അതങ്ങനെ നടക്കുമെന്ന് അറിയില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് ഡ്യൂറിങ് ദ ട്രെയിനിങ് ഇറ്റ് വാസ് ഹാപ്പനിങ്. അപ്പം ഇന്നൊരു സ്ഥലം കാണും, നമ്മൾ സ്ഥലം കാണാനല്ല ബേസിക്കലി പോകുന്നത്, റെയിൽവേ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഡിവിഷൻ കാണുക, ഓഫീഷ്യൽസിനെ മീറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്ഥലങ്ങൾ കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം അവിടുത്തെ ഒരു കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യുക, പ്രത്യേകിച്ച് ഫുഡ് കഴിക്കുക, അപ്പോൾ അതിലൊക്കെ ഒരു ത്രില്ലുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആവും ഇതിലോട്ട് വരുന്നു. അതായത് സിവിൽ സർവീസിൽ പോകുന്ന എല്ലാ ആസ്പിറൻസിനും ഒരു സ്വപ്നം ഈ പറയുന്ന ഓൾ ഇന്ത്യ ട്രിപ്പ് ഒന്ന് അടിക്കാം. കാരണം എല്ലാ ആസ്പിറൻസിനും നമുക്കുള്ള അതാണ് ഒരു മോട്ടിവേഷൻ ഫാക്ടറാണ്. ഇപ്പോൾ പോയ സ്ഥലങ്ങളിൽ ഏറ്റവും മനസ്സിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇനിയും കിട്ടിക്കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒന്നുകൂടി തിരിച്ചു വരണം, അങ്ങനെ ആലോചിച്ച എന്തെങ്കിലും സ്ഥലമുണ്ടോ? എനിക്ക് ഫ്രഷ് ആയിട്ട് തോന്നിയത് നോർത്ത് ഈസ്റ്റിലാണ്. ഞങ്ങൾ അസാം മുതൽ അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കവർ ചെയ്തു. അപ്പോൾ അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലൈക്ക് നമ്മുടെ ജോഗ്രഫിയിലൊക്കെ കാണുന്ന പല ടൈപ്പ് ഓഫ് വെജിറ്റേഷനും, പല പ്ലെയിൻസ്, ഹിൽസ്, അങ്ങനെ എല്ലാത്തിനും നമ്മൾ ആ ജോഗ്രഫിയിൽ പഠിച്ച കുറേ കാര്യങ്ങൾ ഇൻ റിയാലിറ്റി നമ്മൾ നോക്കും. നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് നോക്കി, ഇത് ഈ ടൈപ്പ് ഓഫ് മരമാണ്, അത് ആ ടൈപ്പ് ഓഫ് മരമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ ഭയങ്കര രസമുള്ള ഫുഡാണ്. അപ്പം അങ്ങനെ അതൊക്കെ ലൈക്ക് ഇഫ് ഗിവൺ എ ചാൻസ് ഞാൻ ഒന്നുകൂടെ പോകും. അതേപോലെ തന്നെ ഞാൻ ചോദിക്കണമെന്ന് വെച്ചൊരു കാര്യം, കാജൽ ഇപ്പോൾ സാധാരണ ഒരു പ്രിപ്പറേഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളല്ല കാജൽ ഇപ്പം മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ പാട്ട് പാടുന്നുണ്ട്, അതേപോലെ തന്നെ എപ്പോഴും ചിയർഫുൾ ആണ് ആൻഡ് ഓൾവേസ് സറൗണ്ടഡ് വിത്ത് ഫ്രണ്ട്സ്. എപ്പോഴും നല്ലൊരു ഗുഡ് സോൾ ഓഫ് ലൈക്ക് ഫ്രണ്ട്സ് ചുറ്റുപാടുള്ള അങ്ങനെ കാര്യത്തിൽ ഭയങ്കര ലക്കിയാണ്. എന്താണ് ആ മോട്ടിവേഷൻ ഫാക്ടർ, അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് ഫാക്ടർ എന്താണ് കാജലിനെ എന്നും ഡ്രൈവ് ചെയ്യുന്ന ഒരു സാധനം, ലൈക്ക് പോസിറ്റീവ് ആയിരിക്കാൻ വേണ്ടി? അതിൻ്റെ ഒരു രഹസ്യം എന്താണെന്ന് പറഞ്ഞത്? അങ്ങനെ എല്ലാ ടൈമിലും പോസിറ്റീവ് ഒന്നും അല്ല. ലൈക്ക് ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെസ് എടുക്കുന്ന ഒരാളാണ്, എസ്പെഷ്യലി എക്സാമിൻ്റെ കാര്യത്തിൽ. എനിക്കൊന്നും ലൈഫിലെ ചാലഞ്ചസിൽ എനിക്ക് അത്രയും സ്ട്രെസ് വരാറില്ല. ബട്ട് അക്കാഡമിക് കാര്യങ്ങൾ വരുമ്പം ഐ എം ലൈക്ക് ചെറുപ്പം മുതലേ കുറേ സ്ട്രെസ് എടുത്ത് പോകുന്ന ആളാണ്. ലൈക്ക് അത് വേറെ ആരുടെയും പ്രഷർ കൊണ്ടല്ല, ഞാൻ സ്വന്തമായിട്ട് എടുക്കുന്ന ഒരു സ്ട്രെസ്സാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനെ ഫുൾ മാർക്ക് വാങ്ങണം അങ്ങനെ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ബട്ട് സംഭവം എൻ്റെ ഉള്ളിൽ ഒരു സ്ട്രെസ് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അത് സിവിൽ സർവീസിൽ എനിക്ക് തോന്നുന്നു സർവീസ് കിട്ടിയപ്പോൾ മുതൽ അത് ഈവൻ ഈ ഒരു പോയിന്റ് വരെ അത് ഉണ്ടായിരുന്നു. പക്ഷേ പോസിറ്റീവായിരിക്കും. എനിക്കൊന്ന് ഔട്ട്സൈഡ് ആൾക്കാർ പോസിറ്റീവായിട്ടല്ലേ കാണുള്ളൂ. അപ്പം ഐ ലൈക്ക് ടു ബി വിത്ത് പീപ്പിൾ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടായാൽ റാദർ ദാൻ സ്റ്റേയിങ് ഐസൊലേറ്റഡ്, ഞാൻ ആരോടെങ്കിലും അത് സംസാരിച്ചാലും, ഞാനിപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയാലും ആണ് അതെനിക്ക് കുറച്ചുകൂടെ ഐ വിൽ ബി ഏബിൾ ടു ഓവർകം. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. ആ ഒരു സ്ട്രെസ് ബസ്റ്റർ എന്തായിരുന്നു ഈ പ്രിപ്പറേഷൻ സമയത്ത്? ബാക്കിയുള്ള ആസ്പിറൻസ് ചിലപ്പോൾ അത് ഈ പറഞ്ഞ പോലെ സ്ട്രെസ് ബസ്റ്റർ എനിക്ക് കൂടുതലായിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നത് തന്നെയാണ്. ലൈക്ക് ഫ്രണ്ട്സ്, എനിക്കൊരു ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഒരു ഗുഡ് സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ വളരെ നോൺ ജഡ്ജ്മെൻ്റലാണ്. അപ്പോൾ നമുക്ക് എന്ത് ഇൻസെക്യൂരിറ്റിയും പറയാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം ദാറ്റ് ഈസ് എനിക്കൊന്ന് ആ UPSC ജേർണിയിൽ കുറച്ച് ഫ്രണ്ട്സിനെ, കുറച്ച് ഗുഡ് ഹ്യൂമൻ ബീങ്സിനെ കിട്ടി. പക്ഷേ അൾട്ടിമേറ്റ്ലി ഓപ്പണിംഗ് അപ്പ് ഇസ് വാട്ട് ഐ ഫെൽറ്റ് ദാറ്റ് ഇറ്റ് ഡസ് ഗുഡ് ടു മീ. ഈ പറഞ്ഞ പോലെ ഇനി സിവിൽ സർവീസ് പ്രിപ്പറേഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, എസ്പെഷ്യലി സോഷ്യോളജി ഓപ്ഷനെ പറ്റി വരുന്ന സമയത്ത്, ഓപ്ഷനിൽ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ്റെ ഒരു സ്ട്രാറ്റജി? കാജലിൻ്റെ ഒരു സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു?
ഓപ്ഷനിൽ ഇപ്പം സ്ട്രാറ്റജി ഒരു 4 ഇയേഴ്സിലെ സ്ട്രാറ്റജി പറയാനുണ്ട്. അപ്പോൾ ഇനീഷ്യലി തുടങ്ങുന്ന സമയത്ത് നമ്മൾ യൂഷ്വലി എല്ലാവരും ചെയ്യുന്ന പോലെ എന്താ പറയുക, ഞാൻ സിലബസ് മാക്സിമം കവർ ചെയ്യാൻ നോക്കി. പിന്നെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യണം, ബേസിക് ബുക്സ് വായിക്കുക. അപ്പോൾ ബേസിക് ബുക്സ് എന്ന് പറയുമ്പോൾ ആ ബേസിക് തിയറീസ് സ്ട്രോങ് ആയിട്ട് വെക്കുക, അത് കോൺസെപ്ച്വൽ ക്ലാരിറ്റി കൊണ്ടുവരിക, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. പേപ്പർ 2 വരുമ്പോഴേക്ക് കൂടുതൽ തിയറീസ് അത്ര പഠിക്കാതെ കുറച്ചുകൂടി ഇൻ്റർ കണക്ഷൻസ് ഡ്രോ ചെയ്യുക, പോയിന്റ്സ്, ബ്രെയിൻ സ്റ്റോമിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് സെക്കൻഡ് അറ്റംപ്റ്റിൽ മാർക്ക് കുറച്ച് പേപ്പർ 1 കുറഞ്ഞു പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിലെനിക്ക് ഫീൽ ചെയ്തത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഓൾറെഡി ഞാൻ റാങ്ക് ലിസ്റ്റ് കയറി, എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു സോഷ്യോളജി. സെക്കൻഡ് അറ്റംപ്റ്റിൽ ഐ സ്റ്റാർട്ടഡ് ഫോക്കസിങ് ഓൺ ആ മാർക്ക് എങ്ങനെ കൂട്ടാം എന്നുള്ള രീതിയിൽ ഐ സ്റ്റാർട്ടഡ് ഫോക്കസിങ് മോർ ഓൺ കണ്ടന്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി ഐ വുഡ് ഹാവ് മിസ്ഡ് ദ ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അവിടെ ആയിരിക്കണം മാർക്ക് കുറഞ്ഞതെന്നാണ് ഞാനിപ്പം എനിക്ക് തോന്നുന്നത്. ഇനി ലാസ്റ്റ് അറ്റംപ്റ്റിലോട്ട് വന്നപ്പോൾ ഇറ്റ് വാസ് മോർ ഓഫ്, ഇപ്പോൾ ഞാൻ സാറിനെ കാണിച്ചു ആൻസേഴ്സ്, ഞാൻ അല്ലാതെ ആൻസേഴ്സ് കാണിച്ചിട്ടുണ്ട്, വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഞാൻ ടെസ്റ്റ് സീരീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ഇൻപുട്സ് കിട്ടിയത് വെച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് കുറച്ച് തിയറി, ഇപ്പോൾ പേപ്പർ 1 മേജർ പ്രോബ്ലം. ഇപ്പോൾ പേപ്പർ 1 തിയറി അറിയാം, പക്ഷെ അത് സിമ്പിളായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും കോണ്ടെക്സ്ച്വൽ ഒരു ക്ലാരിറ്റി എനിക്ക് പ്രോപ്പർലി ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തിങ്കേഴ്സ് ആയാലും തിയറീസ് ആയാലും നമ്മൾ ഡേ ബൈ ഡേ അത് പഠിക്കുമ്പോൾ അതിൽ ന്യൂആൻസസ് ഇങ്ങനെ കൂടി വരുന്നതായിട്ട് തോന്നി. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ പഠിച്ചു എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ഫോർത്തിൽ എത്തിയപ്പോഴേക്കും ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല എന്നുള്ളൊരു സ്റ്റേജ് പോലും എത്തി. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ കുറച്ച് സ്ട്രെസ്ഡ് ആയി. കാരണം ഞാൻ 4th അറ്റംപ്റ്റ് ആയി, എന്നിട്ടും എനിക്ക് തിയറിയിൽ ഈ തിങ്കറിൻ്റെ ഈ കോൺസെപ്റ്റ് മനസ്സിലായിട്ടില്ല എന്നൊരു എന്താ പറയുക അപകർഷതാബോധം നമുക്ക് വരുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് ലൈക്ക് ബാക്കി എല്ലാവരും ഹെൽപ്പ് ചെയ്തപ്പോഴേക്കും അത് ഓവർകം ചെയ്യും. ഇപ്പോൾ ഒരു സാധനം കാജലിനോട് പറയുമ്പോൾ നെക്സ്റ്റ് എക്സാം അത് എഴുതി വരുമ്പോഴേക്കും, ഇപ്പോൾ ഇന്ന് ഞാനൊരു റിവ്യൂ വന്നിട്ട് നെക്സ്റ്റ് റിവ്യൂ വരുമ്പോഴേക്കും കാജലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടാവും കൃത്യമായിട്ട്. കാജലിനോട് ഞാൻ ചോദിക്കും ഇത് എനിക്കറിയില്ല സാർ, അപ്പം ഞാൻ ആ നോട്ട് ഷെയർ ചെയ്ത് വരുമ്പോഴേക്കും കാജൽ അടുത്ത എക്സാമിലേക്ക് വരുമ്പോഴേക്കും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വരുമായിരുന്നു. അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, കൃത്യമായിട്ട് അത് ഇവോൾവ് ചെയ്ത് പെട്ടെന്ന് അടുത്ത ഇതിലേക്ക് പോകാമെന്നുള്ളത്. ഇപ്പോൾ സോഷ്യോളജി ഓപ്ഷനിൽ എടുത്തതുകൊണ്ട് ഇപ്പോൾ പൊതുവേ ആസ്പിറൻസ് ഉള്ളത് ഡൗട്ടായിരിക്കും. ഇപ്പോൾ ഓപ്ഷനിൽ എടുക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും, ഇതെങ്ങനെ GS ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ സോഷ്യോളജി ഓപ്ഷൻ ഉള്ളതുകൊണ്ട് GS എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു? GS എനിക്ക് തോന്നുന്നു സൊസൈറ്റി അത്രയും എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. സൊസൈറ്റി പ്രിപ്പയർ ചെയ്തിരുന്നു. ലൈക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ജനറലി പൊതുവെ കേട്ടിട്ടുള്ളത് സോഷ്യോളജി ആണെങ്കിൽ സൊസൈറ്റി നോക്കണ്ട എന്നുള്ളൊരു ഐഡിയയിലായിരുന്നു. പക്ഷെ എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല കംപ്ലീറ്റ്ലി നോക്കാതെ പോകാൻ. അപ്പോൾ ഞാൻ സൊസൈറ്റി അല്ലാതെ സിലബസ് വൈസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആ സോഷ്യോളജിക്കൽ പോയിന്റ്സ് നമുക്ക് കൊണ്ടുവരാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് അത് ഭയങ്കര സോഷ്യോളജിക്കൽ ആക്കരുത് സൊസൈറ്റിയിൽ. ആ സോഷ്യോളജി എനിക്ക് തോന്നുന്നത് റിവേഴ്സ് പ്രോസസ്സ് പോലെ ഇങ്ങനെ ചെയ്യാം. നമ്മൾ സൊസൈറ്റിയിലെ പോയിന്റ് നമ്മൾ സോഷ്യോളജിയിലേക്ക് കൊണ്ടുവരുമ്പോൾ കീ ടേംസ് ആഡ് ചെയ്യും. തിരിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ആ സാധനം കുറച്ചുകൂടി സിമ്പിളായിട്ട് എഴുതും. അപ്പോൾ അങ്ങനെയാണത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ആ സൊസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് കൊണ്ടുവരാൻ എനിക്ക് തോന്നുന്നു സോഷ്യോളജി ആസ്പിറൻസിന് കുറച്ചുകൂടെ റിലേറ്റീവ് ടു അതർ സ്റ്റുഡൻസ് എളുപ്പമായിരിക്കും. എസ്സേയിലും എത്തിക്സിലായാലും അത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് സോഷ്യോളജിയിൽ സ്കോർ ചെയ്താൽ എസ്സേയിൽ എത്തിക്സിൽ ഓട്ടോമാറ്റിക്കലി ഡിഫോൾട്ട് സ്കോർ വരും എന്നൊക്കെ. പിന്നെ നമുക്ക് എസ്സേ എഴുതുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുള്ളത് കുറേ എസ്സേയിൽ എനിക്ക് ഇപ്പോൾ എഡ്യൂക്കേഷൻ ആയാലും റിക്കറിംഗ് ആയിട്ട് നമ്മുടെ പല തിങ്കേഴ്സിൻ്റെയും കോൺസെപ്റ്റ്സ് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഹെൽപ്ഫുൾ ആവും. ഇപ്പോൾ ഈ പറയുന്ന പുതിയൊരു ആസ്പിറൻസ് നമുക്കുള്ള അവർ സോഷ്യോളജി ഓപ്ഷനിൽ എടുക്കാൻ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവർ ഏത് ഓപ്ഷനിൽ വേണം എടുത്തോട്ടെ. അപ്പം സോഷ്യോളജി ഓപ്ഷനിൽ എടുത്ത വ്യക്തി എന്ന രീതിയിൽ അവരോട് എങ്ങനെയായിരിക്കും അത് റെക്കമെൻഡ് ചെയ്യുക? ഞാൻ റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് മെൻറ്റീസിന് ഇതൊരു സേഫ് ഓപ്ഷനിലാണെന്നുള്ള രീതിയിലായിരുന്നു. കാരണം എത്ര പോലും നമുക്ക് മാർക്ക് ഒരു പോയിന്റ് കഴിയുമ്പോൾ കുറയില്ല. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ പറയില്ല, ബിക്കോസ് എനിക്ക് പേഴ്സണലി അനുഭവം ഉണ്ട്. പ്ലസ് ഇപ്പോഴത്തെ ട്രെൻഡ് ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ് ഏത് ഓപ്ഷനിലായാലും. അപ്പോൾ അങ്ങനെ ഒരു സേഫ് ഓപ്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല. എനിക്കൊന്നും ഒരു പെർക്ക് പോയിന്റ് എന്ന് പറയുന്നത് സിലബസ് വളരെ കുറച്ചേ ഉള്ളൂ, ക്രിസ്പാണ്, നമുക്ക് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു സംഭവം ഭയങ്കര ഒരു നല്ല ഫാക്ടറാണ്. അതായത് പ്രിലിംസ് മെയിൻസ് ഗ്യാപ്പിൽ തന്നെ ശരിക്കും നമുക്ക് ഫുൾ ഒരു 100% സിലബസും കവർ ചെയ്യാൻ പറ്റും. ഒരു ക്യൂരിയോസിറ്റി ഉണർത്തുന്ന ഒരു സബ്ജക്റ്റാണ്. അതായത് തിയറീസ് ഒക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും ആ തിയറീസ് പറയുന്ന എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് അറൌണ്ട് തിങ്സ് യു സീ ഇൻ യുവർ സൊസൈറ്റി. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക ഒരു സൊസൈറ്റി റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് കറണ്ട് അഫയേഴ്സുമായിട്ട് നമുക്ക് സോഷ്യോളജിക്കൽ കാര്യങ്ങൾ, ഇപ്പോൾ മാരേജ്, റിലീജിയൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഐ തിങ്ക് അവർക്ക് അവരുടെ ഇൻട്രസ്റ്റുമായിട്ട് നല്ലോണം അലൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ 4 വർഷത്തെ പ്രിപ്പറേഷൻ ജേണിയിൽ ഒരു സാധനം എന്തായാലും എനിക്ക് മാറ്റേണ്ടതായിരുന്നു, അത് മാറ്റാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത് എന്തായാലും ഇനി ഞാൻ മാറ്റണം എന്ന് വിചാരിച്ചൊരു സാധനം, ഇത് മാറ്റാൻ പാടില്ല, ഇത് ഇങ്ങനെ തന്നെ ഞാൻ കീപ്പ് ചെയ്യും എന്ന് വിചാരിച്ചൊരു സാധനം സിവിൽ സർവീസ് ജേണി ആസ് എ ഹോൾ. ഓക്കെ, മാറ്റണം എന്ന് ഞാൻ വിചാരിച്ച സാധനം സ്ട്രെസ്സാണ്. അതായത് ഒരു പോയിന്റ് ഓഫ് സ്ട്രെസ് അത് നല്ലതാണ്. പക്ഷേ ഒരു പോയിന്റ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ഇപ്രാവശ്യത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. എനിക്കത് ടിൽ ദ റിസൾട്ട് കെയിം ആ ഇൻ്റർവ്യൂയുടെ ഒരു ട്രോമ പോലെ തന്നെ അതിങ്ങനെ ഞാൻ സ്വപ്നമൊക്കെ കാണുമായിരുന്നു.
ഇൻ്റർവ്യൂവിൽ എനിക്ക് ഇങ്ങനെ പറയായിരുന്നു, കുറച്ചുകൂടെ നല്ല ആൻസർ പറയായിരുന്നു, അങ്ങനെ. കാരണം മൈ ഇൻ്റർവ്യൂ വെൻറ്റ് വെരി ഫാക്ച്വൽ. അപ്പോൾ പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഫാക്ച്വലായിട്ട് ഇൻ്റർവ്യൂ പോയാൽ നമുക്ക് മാർക്ക് കിട്ടില്ല, അങ്ങനെയൊക്കെ കേട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയായിരുന്നു. അപ്പോൾ അത് ഞാൻ ഭയങ്കരമായിട്ട് കഴിഞ്ഞു, അതവിടെ തീരണമായിരുന്നു. പക്ഷേ ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. അതിങ്ങനെ കുറേ സ്ട്രെസ് എടുത്തു. അതെനിക്ക് തോന്നുന്നു അങ്ങനത്തെ സ്ട്രെസ്സുകൾ ഒഴിവാക്കാൻ പറ്റിയാൽ വളരെ നല്ലതായിരിക്കും. ഒരു നല്ല മൈൻഡ് സ്പേസിൽ ഇരിക്കാൻ പറ്റിയാൽ കീപ്പ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ എൻ്റെ ഒരു വീക്ക്നെസ് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ എനിക്കൊരു സംഭവത്തിൽ എനിക്കിത് വലിയ നോളജ് ഇല്ല എന്ന് പറയുന്നത് ഐ വാസ് വെരി ഓപ്പൺ ടു സീക്കിങ് അഡ്വൈസ്. അതിപ്പോൾ ആരോടായാലും, ലൈക്ക് ഇപ്പോൾ എൻ്റെ ജൂനിയേഴ്സ് ആയാലും സീനിയേഴ്സ് ആയാലും ഇപ്പം മെൻറ്റേഴ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും കലീഗ്സ് ആയാലും, ലൈക്ക് ഐ വുഡ് ഗോ ആൻഡ് ആസ്ക് ദം. ഓക്കെ, ഞാനിങ്ങനെ വിചാരിക്കില്ല ഇത് അറിയില്ല എന്ന് വിചാരിച്ച് അവരെന്നെക്കുറിച്ച് ജഡ്ജ് ചെയ്യുമോ, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഇപ്പോഴും എനിക്ക് കുറേ ജോഗ്രഫി സാധനങ്ങൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ ലൈക്ക് എനിക്കത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു സീക്കിങ് അഡ്വൈസ്, ഓപ്പൺ ടു സീക്കിങ് അഡ്വൈസ് ഒരു നല്ല കാര്യമായിരുന്നു ജേർണിയിൽ. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു എന്ന് കാജൽ പറഞ്ഞു. പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് എത്രയാണെന്നൂടി ഒന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഇൻ്റർവ്യൂവിന് എത്രയായിരുന്നു മാർക്ക്? 205 മാർക്ക് മേടിച്ചു. വൺ ഓഫ് ദ ടോപ്പ് മാർക്കാണ് 205 എന്ന് പറയുന്നത്. ഇൻ്റർവ്യൂവിൽ എന്തായിരുന്നു ആ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യത്തേക്ക് വരുമ്പോൾ? ഇപ്രാവശ്യം എനിക്കറിയില്ല, ഞാൻ ആ 3 ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തതിൽ ഫസ്റ്റ് ഇൻ്റർവ്യൂ വളരെ ഒരു ആവറേജ് ഇൻ്റർവ്യൂ ആയിരുന്നു. പക്ഷേ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയത് കാരണം ഞാൻ വിചാരിച്ചു അത് വളരെ നല്ല രീതിയിൽ പോയി. ബട്ട് ഐ ഗോട്ട് 163, 162 റേഞ്ചാണ് എനിക്ക് കിട്ടിയത്. സെക്കൻഡ് അറ്റംപ്റ്റിൽ പോയപ്പം അതുകൊണ്ട് ഞാൻ പ്രതീക്ഷകൾ വെച്ചില്ല, വെരി ലോ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. ബട്ട് കുറച്ചും കൂടെ മേ ബി എന്താ പറയുക, കുറച്ചുകൂടെ പ്ലീസിങ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് എൻ്റെ ഒരു പേഴ്സണാലിറ്റി കാണിക്കാനുള്ള കുറേ ക്വസ്റ്റ്യൻസ് കിട്ടി, ഒരു ജെന്യുവൻ ആയിട്ട് സംസാരിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങൾ കിട്ടി. അപ്പോൾ അതിലും ഞാൻ പ്രതീക്ഷകൾ വെച്ചില്ല. ബട്ട് ഐ തിങ്ക് എനിക്ക് 195 വന്നു. അപ്പോൾ ആ സമയത്ത് അത്യാവശ്യം നല്ല മാർക്കായിരുന്നു. അപ്പോൾ ഐ ഫെൽ ലൈക്ക് സംവെയർ എനിക്ക് ആ ഒരു മേ ബി എൻ്റെ ആ ഒരു ജെന്യുവൻ ഒരു സൈഡ് കാണിക്കാൻ പറ്റിയത് ഹെൽപ്പ് ചെയ്ത് കാണും തോന്നി. പക്ഷേ ഇതിലോട്ട് എത്തിയപ്പം ഇതിനെനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് കൈൻഡ് ഓഫ് എനിക്കൊരു സ്ട്രെസ് ഇൻ്റർവ്യൂ പോലെ ആയിരുന്നു. അതായത് എനിക്ക് പാനൽ മെമ്പേഴ്സ് ഉണ്ടായ 2-3 പേര് ഞാൻ എന്ത് പറഞ്ഞാലും അത് അങ്ങനെയല്ലല്ലോ, ഇതിങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കൗണ്ടർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് കൗണ്ടർ ചെയ്യാൻ, എന്താ പറയുക, അല്ലാന്ന് പറയാനും പറ്റില്ല, നേരെ മറിച്ച് എൻ്റെ സ്റ്റാൻസിൽ എനിക്ക് ഉറച്ച് നിൽക്കും വേണം. പിന്നെ വളരെ ഫാക്ച്വലായിട്ട് പോയി. അതും സയൻസ് ആൻഡ് ടെക്നോളജി പാർട്ടായിരുന്നു. ഇപ്പം മത്സ്യ 6000 ഇതൊക്കെയായിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ വളരെ അൺകംഫർട്ടബിൾ ആക്കുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ സോഷ്യോളജി റിലേറ്റഡ് ആയിട്ട് എനിക്കൊന്ന് പറയാനുള്ളത്, എൻ്റെ അടുത്ത് ചെയർപേഴ്സൺ ആദ്യം കുറച്ച് എക്സ്പീരിയൻസ് ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പോൾ ചെയർപേഴ്സൺ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയും, കാജൽ യു ഹാവ് ടു ഡിഫെൻഡ് ദറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഞാനിങ്ങനെ ഓക്കെ ഡിഫെൻഡ് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ എൻ്റെ അടുത്ത് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്, വർക്കിംഗ് വിമൻ ഡിസ്റപ്റ്റ് ഫാമിലീസ്. ഇത് എൻ്റെ അടുത്ത് ഡിഫെൻഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാനൊരു സ്പോട്ടിലായി, ലൈക്ക് ഷുഡ് ഐ ഡിഫെൻഡ് ഇറ്റ് ഓർ, പക്ഷേ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ള എല്ലാ പെട്രിയാർക്കൽ നോഷൻസും അങ്ങ് എടുത്ത് പറയാണ്. അപ്പോൾ 2 പോയിന്റ് പറഞ്ഞപ്പോൾ അവർ ഒന്നും കൂടെ പറയാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ അതെനിക്ക് തോന്നുന്നു, ഒന്ന് ഏജൻസി കൂടും, അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൽ സ്ത്രീകൾ കൂടുതലായിട്ട് ഇൻവോൾവ് ആവും. അപ്പോൾ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ ടൈം, അതായത് ഫാമിലിക്ക് കൊടുക്കാൻ പറ്റുന്ന കെയർ ഗിവിംഗ് എന്നുള്ള റോള് കിട്ടില്ല, സ്ത്രീകൾ കെയർ ഗിവേഴ്സ് ആണെന്നുള്ള രീതി. അപ്പോൾ സ്ത്രീകൾ കെയർ ഗിവേഴ്സ് ആണോ എന്ന് എൻ്റെ അടുത്ത് ഒന്നുകൂടെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാം അതാണ് സൊസൈറ്റി പറയുന്നത് എന്നുള്ള രീതി പറഞ്ഞു. പിന്നെ അപ്പം അത് കഴിഞ്ഞു എന്ന് വിചാരിച്ചു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ഒരു പോയിന്റും കൂടെ പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പുറത്ത് വർക്കിൻ്റെ ഭാഗമായിട്ട് പുറത്തൊക്കെ പോയി ജോലി ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഫാമിലി ഓണർ സ്ത്രീകളുടെ മേലെ വെക്കും. അപ്പോൾ അതൊക്കെ ചിലപ്പം അഫക്റ്റഡ് ആവും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അവർ ഇൻട്രസ്റ്റിംഗ്, ഫാമിലി ഓണർ എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ എനിക്ക് പിന്നെ തോന്നി, ഞാനിനി ഒരു പെട്രിയാർക്കൽ ആയിട്ട് ചിന്തിക്കുന്ന ആളാണെന്ന് അവർ പെർസീവ് ചെയ്യുമോ, അങ്ങനെയൊക്കെ കുറേ സ്ട്രെസ്, ആ ഒരു പോയിന്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇൻ്റർവ്യൂ പോയത്. അപ്പോൾ അതിലും എനിക്ക് ജഡ്ജ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ എൻ്റെ ആകെ ഒരു റേ ഓഫ് ഹോപ്പ് എന്ന് പറയുന്നത്, ഇത്ര എന്നെ സ്പോട്ടിൽ ഇട്ടപ്പോഴൊക്കെ ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടാണ് സംസാരിച്ചത്. ടിൽ ദി എൻഡ് ഐ വാസ് ലൈക്ക് സ്മൈലിംഗ്, ഐ വാസ് വെരി കോൺഫിഡൻറ്റ്. എൻ്റെ മുന്നിലുള്ള ആരും എൻ്റെ അടുത്ത് ചിരിക്കുന്നില്ല, പക്ഷേ ഐ വാസ് സ്മൈലിംഗ്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു റേ ഓഫ് ഹോപ്പ്. ലൈക്ക് അതിൽ മാർക്ക് കിട്ടിയെങ്കിൽ കിട്ടി എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ വിചാരിച്ചത്. മേ ബി ഇറ്റ് വർക്ക്ഡ് ഔട്ട്. പൊതുവേ സിവിൽ സർവീസ് ആസ്പിരൻസിൻ്റെ ഇടയിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ മെയിൻസ് പ്രിപ്പറേഷൻ തീരുന്നു. പിന്നെ റിസൾട്ട് വന്നതിന് ശേഷം ഇൻ്റർവ്യൂ ഒരു സെപ്പറേറ്റ് ഒരു എക്സാം പോലെ നോക്കിയിട്ട് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. യഥാർത്ഥത്തിൽ അത് അങ്ങനെ ചെയ്യുന്നതാണോ വേണ്ടത്, അതോ അത് നമ്മൾ എപ്പോഴും നമ്മുടെ പ്രിപ്പറേഷൻ ചെയ്യണമെങ്കിൽ ത്രൂ ഔട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെ ഒരു ഡെവലപ്മെന്റ് ചെയ്തല്ലേ വരേണ്ടത്? അതെ, എനിക്ക് തോന്നുന്നു അവർ കുറേ ആയിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവിടെ പോയി ഒരു ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റില്ല. സംവെയർ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ നമ്മുടെ ഒരു ഒറിജിനൽ പേഴ്സണാലിറ്റി വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിപ്പം പേപ്പർ വായിക്കുമ്പോഴൊക്കെ നമ്മളൊരു ഡബിൾ സൈഡായിട്ട് ചിന്തിക്കുക, പല പെർസ്പെക്റ്റീവ്സിൽ ആലോചിക്കുക, അങ്ങനെ. പിന്നെ നമ്മൾ ജനറലി ഒരു പ്ലസൻറ്റ് പേഴ്സൺ ആയിട്ടിരിക്കുക, അതൊക്കെ ഗുണം ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഓവർ ദ പ്രോസസ്സ് വരേണ്ട ഒരു കാര്യമാണ്.
പിന്നെ അങ്ങനെ എല്ലാം പറ്റുന്നില്ലെങ്കിൽ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഏറ്റവും നല്ലൊരു സൈഡ് അവിടെ പോയി കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ സ്വപ്നത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കാം. ഇപ്പോൾ പ്രിലിംസിൻ്റെ സമയത്ത് നമുക്ക് കാണുന്ന സ്വപ്നങ്ങൾ, പൊതുവെ ആസ്പിരൻസ് കാണുന്ന പ്രിലിംസിന് താമസിച്ച് പോകുന്നു, പ്രിലിംസ് മിസ്സായി, നമ്മൾ പുറത്താക്കപ്പെട്ടു. അത് ഒരു കോമൺ ആയിട്ട് എല്ലാവരും കാണുന്ന സ്വപ്നമാണ്. അല്ലെങ്കിൽ പ്രിലിംസ് കിട്ടുന്നില്ല, ലിസ്റ്റ് വരുന്നു, ലിസ്റ്റിൽ നമ്മുടെ പേര് കാണുന്നില്ല. മെയിൻസ് സമയമാകുമ്പോൾ കുറച്ചുകൂടി ടൈറ്റാണ്, നമുക്ക് അത്ര സ്വപ്നം കാണാൻ പറ്റുന്നില്ല. എന്നാലും റിസൾട്ടിൻ്റെ സമയമാകുമ്പോഴേക്കും നമ്മൾ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങും. ഇൻ്റർവ്യൂവിൻ്റെ സമയമാകുമ്പോഴേക്കും നമ്മൾ പ്രസംഗങ്ങളൊക്കെ സ്വപ്നം കണ്ട് നമ്മൾ ഫെസിലിറ്റേഷൻ ചെയ്യുന്നതും അങ്ങനെയൊക്കെ സ്വപ്നം കണ്ടു തുടങ്ങും. ഇപ്പം 167ാമത്തെ റാങ്ക് കിട്ടി. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്വപ്നമൊന്നും കാണുന്നില്ല. ഇപ്പം ഐ വോണ്ട് ടു ലൈക്ക് കംപ്ലീറ്റ് മൈ ട്രെയിനിങ്, റെയിൽവേയുടെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഗോയിങ് ടു ലബാസ്ന, ഹാവിങ് എ ഗുഡ് ടൈം ദെയർ ഹോപ്പ്ഫുള്ളി. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ സമയം. ഇപ്പം ലൈക്ക് ഐ എം സ്റ്റിൽ എന്താ പറയുക, ഇതൊരു ഡൈജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആൻഡ് വെരി ഹാപ്പി ആൻഡ് വെരി റിലീവ്ഡ് ഫസ്റ്റ് ഓഫ് ഓൾ. അതൊരു എന്താ പറയുക, ഇനി എഴുതണ്ടല്ലോ, ഈ പ്രോസസ്സിലേക്ക് പോകണ്ടല്ലോ എന്നുള്ളൊരു കാര്യമുണ്ട്. സോ ഈ പറഞ്ഞ പോലെ ജേണി തുടങ്ങി, ജേണി ഇങ്ങനെ കണ്ടിന്യൂയിങ് ആണ്. ചില സമയത്ത് ഇതിനൊരു തുടക്കമില്ല തോന്നുന്നില്ല. നമ്മൾ 2022 തുടങ്ങി അതിനൊരു കണ്ടിന്യൂയിങ് ജേണിയാണ്. അപ്പോൾ ആ ജേണി ഇനി അങ്ങോട്ട് കുറച്ചുകൂടി വലിയ ഉത്തരവാദിത്തങ്ങളും കുറച്ചുകൂടി കുറേ റെസ്പോൺസിബിലിറ്റീസും വരാൻ പോകുന്ന ഒരു ജോലിയിലേക്ക് വരികയാണ്. അപ്പോൾ അത് ഇത്രയും കാലം കാജൽ എല്ലാ സാധനത്തിലും കാജലിൻ്റെതായ ഒരു ബ്യൂട്ടി അതിനകത്തുണ്ടാവും. അതേപോലെ ആ സിഗ്നേച്ചർ പോലെ തന്നെ ഇനി അങ്ങോട്ടും ലൈഫിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അടിപൊളിയാവട്ടെ. ആ സിഗ്നേച്ചർ കാജലിന് വെക്കാൻ പറ്റട്ടെ. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ. ആൻഡ് താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. നമ്മളെ അടുത്ത് വന്ന് നമ്മളടുത്ത് കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്തു. ആൻഡ് വി ആർ ഓൾസോ വെരി ഹാപ്പി ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച് കാജൽ.